ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ കോടതിയിൽ നിന്ന് തിരിച്ചു വന്ന അച്ഛനുമായിട്ട് അവിടെ സുധാകർ മാഷോട് സംസാരിക്കുന്ന രംഗമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഈ കേസിൽ വിക്രം നിരപരാധിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പം സുധാകർ മാഷ് അതെന്താ അങ്ങനെ, വേദയുടെ സംശയങ്ങളൊക്കെ സുധാകർ മാഷിനോട് പറയുന്നുണ്ട്. തെളിവുകൾ കണ്ടെടുത്തത് പോലീസ് തന്നെയാണ്, തെളിവുകൾ കണ്ടെടുത്തു, അത് കോടതിയിൽ ഹാജരാക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അത് അവിടെ വന്നതെന്നോ മറ്റൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുധാകർ മാഷ് പറയുന്നുണ്ട്, കോടതിക്ക് തെളിവുകളാണല്ലോ, പിന്നെ എന്തിനാ അവർ അന്വേഷിക്കുന്നത്? ഓക്കെ, അത് ശരിയാണ്. പക്ഷേ തെളിവുകളുടെ ഇതിലാണല്ലോ കോടതി ശിക്ഷ വിധിക്കുന്നത്. പക്ഷേ ആ തെളിവുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചില്ലല്ലോ. എനിക്ക് തോന്നുന്നത് വിക്രം ഇതിൽ നിരപരാധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ കമലു ഇങ്ങനെ വരുന്നത്. എന്തായിരുന്നാലും ഞാൻ ഈ കേസിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വേദം കയറി പോവുകയാണ്. അപ്പം നമ്മുടെ കമലവും സുധാകർ മാഷും തമ്മിൽ സംസാരിക്കുകയാണ്. ഇനി വിക്രം ഇതിൽ നിരപരാധിയാണോ, മാഷ് ഇത്രയും നാൾ അവനോട് വിരോധം കാണിച്ചത് അവൻ ചെയ്യാത്ത തെറ്റിനാണോ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുമ്പോൾ സുധാകർ മാഷ് പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല, ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും സുധാകർ മാഷിൻ്റെ മനസ്സിലും ഒരു ഭയമുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അന്ന് മാഷിൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സംഭവമില്ലേ, അന്ന് ആ സംഭവ ദിവസം അന്ന് നടന്നത് കൊണ്ടായിരിക്കുമോ, ചിലപ്പോൾ മാഷിനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ നമ്മുടെ വിക്രം ഈ കേസ് ഏറ്റെടുത്തതാണെങ്കിലോ എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എന്തോ ആകെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ അവിടെ നിൽക്കുകയാണ്. പക്ഷേ സുധാകർ മാഷ് തീർത്ത് പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും സുധാകർ മാഷിൻ്റെ മനസ്സിലും എവിടെയോ ഒരു സംശയം നിഴലിക്കുന്നുണ്ട്. എന്തായിരുന്നാലും വേദ അതിൻ്റെ പിറകിൽ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്ന നമ്മുടെ വിക്രം വേദവും കൂടെ റൂമിലിരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതൊക്കെ എന്തിനാണ് ഇനി അന്വേഷിക്കാൻ നടക്കുന്നത്, പക്ഷേ എന്തോ വിക്രം പറയാത്ത എന്തോ ഒന്ന് ഇതിലുണ്ട്, പക്ഷേ അതെനിക്ക് അറിയണം, എന്താണ് ഏതാണ്. നിങ്ങൾ ഇത്രയും വർഷം ജയിലിൽ കിടന്ന് ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാം ചെയ്തല്ലോ, എന്നിട്ടും അവസാനം ആ ഒരു അഴുക്ക് ഇതിൽ തന്നെ ചെന്ന് അകപ്പെടുകയല്ലേ ചെയ്തത്, എന്നിട്ട് അവസാനം നിങ്ങളെ ആ അഴുക്ക് ചാലിൽ നിന്ന് എടുത്ത് ശ്രീനിവാസൻ ഉപയോഗിക്കുകയല്ലേ ചെയ്തത് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ എപ്പോൾ ആര് പറഞ്ഞാലും വിക്രത്തിന് ഒരുമാതിരി വിഷമവും പ്രയാസമൊക്കെ ആണല്ലോ. അപ്പോൾ വിക്രം ചൂടാവുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം നടന്നാലും ശരി തന്നെ, ഞാൻ ഈ കേസിൻ്റെ പിറകിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിക്രം അതിനെ ഒരു നിരുത്സാഹം പോലെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും വേദ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും ഞാൻ കേസ് വരെ മുന്നോട്ട് പോകുമെന്ന് കുറച്ച് നേരം കൂടെയൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മുടെ വേദ വിക്രമിൻ്റെ അടുക്കൽ നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിലും, വിക്രത്തിനെ അറിയാമല്ലോ അത് ഞാനല്ല ചെയ്തത് മറ്റൊരാളാണെന്നും ആ ആൾ ആരാണെന്നും എന്നുള്ള എല്ലാ കാര്യവും വിക്രത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിലും ചെറിയൊരു ഉൾഭയമുണ്ട്. പക്ഷേ എങ്കിലും വിക്രം അതിനെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിക്രം ആ റൂമിൽ നിന്ന് വേദ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. നേരെ ചെന്ന് വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ കമല അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ തെറ്റുകാരനല്ല എന്നുള്ള കാര്യം ഉറപ്പാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ വേദപ്പൻ, അമ്മേ അത് ഒരിക്കലും ഉറപ്പായ കാര്യമല്ല, പക്ഷേ ഇതിലെന്തോ ഒരു ചെറിയ ഒരു ഇതുണ്ട്, അതെനിക്കൊരു സംശയം തോന്നിയതാണ്. എന്തായിരുന്നാലും ആ കേസ് അന്വേഷിച്ച് മുൻപിൽ എത്തിക്കുക തന്നെ വേണം, അതിനായി ഞാൻ എന്തായാലും ഇറങ്ങി തിരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമലയ്ക്കാണെങ്കിൽ മരുമോളോട് വല്ലാത്തൊരു പിന്നെ ഒരു ആത്മവിശ്വാസവും ഒരു ഇഷ്ടമൊക്കെ കാണും. അപ്പോൾ കമലയുടെ ഉള്ളിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ ഒരിക്കലും നിന്നോട് ഒരു ഇതായിട്ട് കാണിച്ചത് ഒരിക്കലും നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്ന് കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞു നിന്നെ തിരിച്ചയക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വേദയുടെ ഉള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. വേദ അപ്പം പറയുന്നുണ്ട്, എനിക്കറിയാമല്ലോ അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് അങ്ങനൊരു വിരോധം കാണിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമല വേദയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷമാണെങ്കിലും വേദയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ ഓരോന്നും ഓർമ്മയിൽ വരണം. അപ്പോൾ അമ്മ വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നതല്ലേ എന്നുള്ള ആ ഒരു ചിന്തയും ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു രംഗം അവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ കോടതി രംഗമാണ്. നമ്മുടെ ദർശൻ അവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഒരു ചായ എനിക്കും കൂടെ ആവാം, വാങ്ങി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്തായെന്ന് പറഞ്ഞ് ദർശൻ ഒരു ചായ വേദയ്ക്കും വാങ്ങി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ദർശൻ ചോദിക്കുന്നു, ഇന്ന് കേസ് വല്ലതുമുണ്ടോ? ഇല്ല, സീനിയറിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒന്ന് കേട്ട് പഠിക്കാമല്ലോ എന്ന് കരുതി വന്നതാണ് എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ദർശൻ്റെ അടുക്കൽ വേദയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഞാൻ ആകെ ആശിച്ചിരുന്നു വേദ എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളത്. പക്ഷേ ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് ദർശൻ ആഗ്രഹിച്ചത്. പക്ഷേ വേണ്ട, നമ്മുടെ കുടുംബത്തിനുള്ളിൽ അതൊരു വലിയ പ്രശ്നമായി മാറും, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി നിന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട് വിക്രമിൻ്റെ കേസിനെ കുറിച്ച്, അതിനെന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഞാൻ എന്തായാലും ആ കേസൊന്ന് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കണം. എന്തായാലും എനിക്കത് നന്നായിട്ടൊന്ന് പഠിക്കണം. അപ്പോൾ അതിന് ദർശൻ്റെ സഹായം കൂടെ വേണം. ദർശൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അത് ആ സമയത്തുണ്ടായിരുന്ന സാക്ഷികൾ, പോലീസ്, അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരുമായിട്ട് ഒരു ചെറിയ ഒരു സംസാരം വേണം. അപ്പോൾ അത് ദർശനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് ദർശൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ ആ കാര്യങ്ങളിലെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യാം, അതിലൊന്നും വേദ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് ആ ചായയെല്ലാം കുടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് ആവുന്നുണ്ട്. എന്ത് വന്നിരുന്നാലും ആ കേസിൻ്റെ നൂലാവശങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കാനും അതിൽ വിക്രം മുക്തനാണെങ്കിൽ രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത്. കാരണം ദർശൻ്റെ അടുക്കൽ വേദ പറയുന്നുണ്ട്, ആൾക്കാർ പറഞ്ഞു പരത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ വിക്രം ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും വിക്രത്തിന് നല്ല രീതിയിൽ എല്ലാവരും പഴി ചാരുന്നുണ്ട്. അതിൽ പകുതിയിൽ കൂടുതൽ, മുക്കാലോളം പോലും വിക്രം ഒന്നും ചെയ്യുന്നില്ല, എന്നാലും പഴിയാണ്. അപ്പോൾ അതിനെല്ലാം ഒരു അറുതി വരണമെങ്കിൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇത് സത്യാവസ്ഥ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദർശന് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വേദ പറയുന്നുണ്ട്, എനിക്ക് വിക്രത്തിനെ നല്ലൊരു രീതിയിൽ തന്നെ ആക്കി എടുക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദർശനും പറയുന്നുണ്ട്, ഞാൻ കൂടെ നിൽക്കാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീടാണ്. വേദയുടെ അച്ഛൻ കോടതിയിൽ നിന്ന് വന്നിട്ട് സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. അവിടെ വരുമ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, ചായ എടുക്കട്ടെ എന്ന്. എടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് പറയുന്നുണ്ട്, എനിക്കിന്ന് വേദയെ കോടതിയിൽ വെച്ച് കണ്ടു. ഞാൻ കരുതി വിശ്വത്തിൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ കോടതി വന്നത് എന്നാണ്. പക്ഷേ അല്ല, അവൾ ഇതാക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവൾ മജിസ്ട്രേറ്റിൻ്റെ ഇതിന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ന്യൂസ് ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, അതിനെന്താ, അത് നല്ലതല്ലേ എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശങ്കരനാരായണന് ഒരു ചെറിയ വിഷമം വരുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു ഇത് വെച്ച് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പത്മൻ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവൾ എവിടെ ഇരുന്നാലും ആ നിലകളിലൊക്കെ എത്തപ്പെടട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ശങ്കരന് എന്തോ ഒരു ചെറിയ ഉള്ളിലൊരു പ്രയാസമുണ്ട്. എന്താണെന്ന് എടുത്തിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും പത്മത്തിൻ്റെ അടുത്ത് അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നില്ല. പക്ഷേ പത്മൻ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവളെ എത്തപ്പെടുക തന്നെ ചെയ്യും, അവൾ നല്ല രീതിയിൽ കേസൊക്കെ വാദിക്കും, ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ അങ്ങനെ എങ്ങനെ ആയിരുന്നാലും അവൾ നല്ല രീതിയിൽ തന്നെ എത്തപ്പെടും, നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം, ശങ്കരേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒരു രീതിയിലും തെറ്റായിട്ടൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശങ്കർ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ്. പത്മ എന്തോ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീനിവാസനും ഭാര്യയും വിക്രമും കൂടെ ഇരിക്കുന്നതാണ്. അയാളുടെ ഭാര്യ ചായ കൊണ്ടുവന്ന് വിക്രത്തിനും ശ്രീനിവാസനും കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ സംഭാഷണത്തിൽ അടുത്ത യൂണിയൻ ലീഡറായിട്ട് നമ്മുടെ വിക്രമിനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിക്രത്തിന് അതിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ, അല്ലെങ്കിൽ ഇനി വേദ വഴക്കുറയുമോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമോ, ഇതൊക്കെയാണ് നമ്മുടെ ശ്രീനിവാസൻ ചോദിക്കുന്നത്. അപ്പോൾ പറയും അതൊന്നുമല്ല. അപ്പോൾ പറയുന്നുണ്ട്, ഈ വിശ്വത്തിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ നമ്മുടെ യൂണിയനിൽ ഒരാളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാവാതെ കേസ് ഒതുക്കാമായിരുന്നു. പക്ഷേ അന്ന് അവിടെ നടന്നില്ല. അപ്പോൾ നമ്മുടെ യൂണിയനിൽ ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിന് ശ്രീകാന്തിന് എതിരെ ആയിരുന്നാലും നമുക്ക് വാദിക്കണമെങ്കിൽ നമുക്ക് യൂണിയനിൽ ആളുണ്ടാവണം, അതിന് വേണ്ടിയിട്ടൊക്കെയാണെന്ന് വിക്രത്തിനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഇത്രയും വലിയ ദൗത്യം എടുക്കുമ്പോൾ ആ തൊഴിലാളികളുടെ എല്ലാം ദൗത്യം ഏറ്റെടുക്കണ്ടേ, അത് തന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലാണ് വിക്രം. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല,
അതൊക്കെ ശരിയായി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുളിക്കലിനെ വിളിക്കുന്നുണ്ട്. പുളിക്കലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിക്രം യൂണിയൻ ഇതായിട്ട് തിരഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിന് സെക്രട്ടറിയെ വിളിച്ച് അറിയിച്ചോളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഉദ്ഘാടനമൊക്കെ നടക്കണം. അത് വിക്രം തന്നെ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നു, അയ്യോ ഞാനോ, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം ശീലമാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പുള്ളിക്കൽ ശരി ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാമെന്നുണ്ട് പുറത്തോട്ട് പോയിട്ട് എന്ന് പറഞ്ഞു ഒരാൾ കാണാൻ വന്നിരിക്കുന്നു, ഒരു ശ്രീധരൻ എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും വിളിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ട് ശ്രീനിവാസൻ. അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് അയാളെ കയറ്റി വിടുന്നു. അയാളൊരു നക്സലൈറ്റാണ് പഴയ. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. ചായയൊന്നും വേണ്ട, ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അതും വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ കഴിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇയാളെ നിങ്ങളുടെ കൂടെ കൂട്ടി അടുത്ത യൂണിയൻ ഇതായിട്ടൊക്കെ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു, ഇതൊക്കെ ഉള്ളതാണോ ഈ ഗുണ്ടയും തിരഞ്ഞെടുക്കുന്ന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അത് എടുക്കാൻ പോവുകയാണ് എന്നിങ്ങനെ പറയാണ്. ശരി, അത് ഞാൻ അന്വേഷിക്കുന്നില്ല. അടുത്ത ഭരണപക്ഷത്ത് നിങ്ങളും ഒരു മന്ത്രിയാവും മത്സരിക്കാൻ പോവുകയാണെന്നൊക്കെ അറിഞ്ഞു, ആ വാർത്ത ശരിയാണോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ശ്രീനിവാസൻ പറയും അതേ ശരിയാണ്, എന്താ എന്ന് ചോദിക്കുക. പറയും നിങ്ങൾ മത്സരിക്കാതെ വേണ്ട എന്ന് പറയാനാണ് ഞാൻ വന്നത്. കാരണം നിങ്ങൾക്കെതിരെ ഞാൻ ശക്തമായി വീശിയടിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് നിന്നപ്പോഴേ ഞാൻ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെറിയ വാക്ക് തർക്കത്തിൽ അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് അയാൾ ഇറങ്ങുന്നത് നമ്മുടെ വേദ അവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. വന്ന് ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രീധരൻ മാഷല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന ആളിൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും പരിചയപ്പെട്ടിട്ട് പറയും നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കും. അതിവിടെ ഒരാളെ കാണാൻ വന്നതാണ്. ശ്രീകാരൻ ശ്രീനിവാസൻ്റെ ഇവിടെ പറയുമ്പോൾ ശ്രീകാരൻ ശ്രീനിവാസൻ്റെ ഗുണ്ടയോടൊപ്പമാണല്ലോ ശങ്കരനാഥൻ്റെ മകൾ ഒളിച്ചോടി പോയതല്ലേ, നിങ്ങളാണല്ലേ അത് എന്നിങ്ങനെ ചോദിച്ചിട്ട് കഷ്ടം എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ വന്ന ഓട്ടോയിൽ തന്നെ കയറി പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് ഒരു ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ ആരും എനിക്ക് കമൻറ്റുകളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും നല്ലതായിരുന്നാലും എന്തായിരുന്നാലും കമൻറ്റുകളിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.